ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ടോക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബാങ്കിൻ്റെ ഡെഫിനിഷൻസ്, ബാങ്കിങ്, പിന്നെ ഒറിജിൻ ഓഫ് ബാങ്കിങ്, ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ്, ഡെഫിനിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ എന്താണ് ബാങ്ക്? നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് ബാങ്ക്. അതുകൊണ്ട് ബാങ്കിനെ പറ്റി നമുക്കറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ. അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ് ടു റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് മേക്ക് ലോൺസ്. നമുക്ക് പറയാം എന്താണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ എന്താ, റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് മേക്ക് ലോൺ, പൈസകളൊക്കെ ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യും, അതുപോലെ തന്നെ ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞാൽ, ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ authorized to collect people's savings or deposits with the purpose of lending those under the condition of returning then the depositors demand. എന്താ പറയുന്നത്, പീപ്പിൾസിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സേവിങ്സോ ഡെപ്പോസിറ്റ്സ് ഒക്കെ എന്ത് റിസീവ് ചെയ്യും. പർപ്പസ് ഓഫ് ലെൻഡിങ് ദോസ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ് റിട്ടേണിങ് ദെൻ ദ ഡെപ്പോസിറ്റേഴ്സ് ഡിമാൻഡ്. ഡെപ്പോസിറ്റേഴ്സ് അതായത് പൈസ ഇട്ടവരെ ഇല്ലേ, അവരുടെ ഡിമാൻഡ് അനുസരിച്ച് അവർക്ക് എപ്പോഴാണോ പൈസ വേണ്ട അന്നേരം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു സെക്ഷൻ 5B ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. സെക്ഷൻ ഓർത്ത് വെക്കണം, സെക്ഷൻ 5B ആണ്. ഇവിടെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് മണി ഫ്രം ദ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് മണി ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുകയും റീപേബിൾ ഓൺ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ റീപേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിഡ്രോബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡറോ അതർവൈസ് എങ്ങനെ ചെക്ക് വഴിയോ ഡ്രാഫ്റ്റ് വഴിയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കുകയും വിഡ്രോ ചെയ്യുകയും നമുക്ക് ചെയ്യാം. നമ്മൾ പറയുന്നത് ബാങ്കിങ് കമ്പനി എന്താണെന്നാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 5C ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. സെക്ഷൻ ഓർത്ത് വെക്കണം, 5C ആണ്. ബാങ്കിങ് കമ്പനി ഈസ് ഡിഫൈൻഡ് ആസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ഇന്ത്യയിലുള്ള കമ്പനീസിനാണ് നമ്മൾ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത്. സെക്ഷൻ ഓർത്ത് വെക്കണേ, സെക്ഷൻ 5C എന്ന് പറയുമ്പോൾ കമ്പനി. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒറിജിൻ ഓഫ് വേർഡ് ബാങ്കിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഒറിജിൻ ഓഫ് വേർഡ് ബാങ്കിങ് ആണ്. ആദ്യത്തേത് ഇറ്റാലിയൻ വേർഡിൽ ഫസ്റ്റ് എന്താ, ബാങ്കോ എന്നാണ് പറയുന്നത്. മീൻസ് ബെഞ്ച് ഓർ മണി എക്സ്ചേഞ്ചബിൾ ടേബിൾ. ഇറ്റാലിയൻ വേർഡിൽ ഏതാണ്, ബാങ്കോ. നെക്സ്റ്റ് എന്താ, ഫ്രഞ്ച് വേർഡ് എന്ന് പറയുമ്പോൾ ഓർത്തുവെക്കുക ബാങ്ക്യൂ. ഓർത്തുവെക്കുക, നമുക്കൊരു എളുപ്പത്തിന് ക്യൂ എന്നൊക്കെ പറയുമ്പം അതായത് ബാങ്ക്യൂ. ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഓർമ്മ വരിക, ഫ്രഞ്ച് കിസ് എന്നൊക്കെ ഉദ്ദേശിക്കാം. അന്നേരം കിസ് കിട്ടണമെങ്കിൽ കുറച്ച് ക്യൂ ഒക്കെ നിൽക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ബാങ്ക്യൂ. നെക്സ്റ്റ് ലാറ്റിൻ വേർഡ് എന്ന് പറയുമ്പോൾ ബാങ്കസ് ആണ്. ലാറ്റിൻ വേർഡിൽ ഇപ്പം ലാറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലോട്ടസ് എന്നൊക്കെ ഓർത്ത് വെക്കാം. ലോട്ടസിൽ CUS ഇല്ലേ, അങ്ങനെ ബാങ്കസ്. നെക്സ്റ്റ് വേർഡ് ജർമ്മൻ വേർഡാണ്. അതിൽ ബാങ്ക് മീൻസ് ജോയിൻറ്റ് സ്റ്റോക്ക് ഫണ്ട് ഓർ ഹീപ്പ് ഓഫ് മണി ഓർത്ത് വെക്കണേ. ജർമ്മൻ വേർഡിൽ ബാങ്ക് എന്ന് തന്നെയാണ്, മീൻസ് ജോയിൻറ്റ് സ്റ്റോക്ക് ഫണ്ട് ഓർ ഹീപ്പ് ഓഫ് മണി. നെക്സ്റ്റ് ഇംഗ്ലീഷ് വേർഡാണ്. ബാങ്ക് മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റിംഗ് മണി ആസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. സെയിം നേരത്തെ പറഞ്ഞ മീനിങ് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ഒറിജിൻ ഓഫ് വേർഡ് ബാങ്കിങ്. അതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ് എന്നത് എങ്ങനെയാണ് വന്നത്. ഈ ബാങ്കിങ്ങിന് നമ്മൾ 3 ആൻസസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് പൂർവികരുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് മർച്ചൻ്റ് ബാങ്കേഴ്സ്, രണ്ടാമത്തത് മണി ലെൻഡേഴ്സ്, മൂന്നാമത്തത് ഗോൾഡ് സ്മിത്ത്. ഈ ബാങ്കിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒറിജിൻ എവിടെയാണ് കറക്റ്റ് വന്നത്, ബാങ്കായിട്ട് കറക്റ്റ് എങ്ങനെയാണ് വന്നതെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മൾ എന്നാലും ഇതിനെ 3 ആൻസസ്റ്റേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് മർച്ചൻ്റ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്തും. ഇനി നമുക്ക് മർച്ചൻ്റ് ബാങ്കേഴ്സിനെ പറ്റി പറയാം. മർച്ചൻ്റ് ബാങ്കേഴ്സ്, ദേ വേർ ഒറിജിനലി ട്രേഡേഴ്സ് ഓഫ് കമ്മോഡിറ്റീസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇവരെന്താണ് പറയുന്നത്, ട്രേഡേഴ്സാണ്, കച്ചവടക്കാരാണ്, സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, ഇൻറ്റേർണലിയും ഉണ്ട് എക്സ്റ്റേണലിയും ഉണ്ട്. Besides the above, they undertook the financing of trade, especially foreign trade. അവരെന്താ ഫോറിൻ ട്രേഡും ചെയ്യുന്നുണ്ട്. Thus the merchant who started as traders in goods slowly developed as
ഫിനാൻസിയേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ഓർ ആസ് ബാങ്കേഴ്സ് വെർ കോൾഡ് മെർച്ചൻറ്റ് ബാങ്ക്സ്. അവരെന്ത് ആദ്യം മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്താണ് ചെയ്തത്? അവർ ട്രേഡേഴ്സ് കമ്മോഡിറ്റീസ് സാധനങ്ങൾ ട്രേഡ് ചെയ്തു. പിന്നെ അങ്ങനെ മെല്ലെ ഫോറിനിലേക്കൊക്കെ കയറി അങ്ങനെ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മെർച്ചൻറ്റ് ബാങ്കേഴ്സിൽ പറയുന്നത്. അടുത്ത ആളാണ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് എന്ന് പേര് പറയുന്ന പോലെ തന്നെ ഇത് എന്താ പറയുന്നത്? ദ മണി ലെൻഡേഴ്സ് യൂഷ്വലി കണ്ടക്ട് ബിസിനസ് വിത്ത് ദെയർ ഓൺ മണി. അവരെന്ത് ചെയ്യണം? അവരുടെ ബിസിനസ് എങ്ങനെയാണ്? അവർ സ്വന്തം പൈസ കൊണ്ട് നടത്തുന്ന ആൾക്കാരാണ് മണി ലെൻഡേഴ്സ്. ദേ യൂസ് ടു ലേൺ ദെയർ സർപ്ലസ് ഫണ്ട് ടു നീഡി അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർക്ക് കൂടുതലുള്ള പൈസ എന്ത് ചെയ്യും? അവർ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഹൈ ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ പുറത്ത് കൊടുക്കും. ദേ അലൗഡ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അവരെന്ത് ചെയ്യും? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും കൂടി അലോ ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യും? സ്വന്തം പൈസ കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് കൂടുതൽ സർപ്ലസ് എമൗണ്ട് ഉണ്ടാകുമ്പോൾ ഫണ്ട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവർ ഹൈ ഇൻട്രസ്റ്റിൽ പൈസ പുറത്ത് കൊടുക്കും. അവരെന്ത് ചെയ്യുന്നത്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലോ ചെയ്യുന്നുണ്ട്. മണി ലെൻഡേഴ്സ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ബാങ്കിങ് ബൈ റിസീവിംഗ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദോസ് ഹു ഹാവ് സർപ്ലസ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ടു ദ നീഡി ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. അവരെന്ത് ചെയ്യാണ്? അവരാണ് ശരിക്കും പറഞ്ഞാൽ മോഡേൺ ബാങ്കിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ? അവരെന്താ ശരിക്കും ഒരു ബാങ്കിൻ്റെ കാര്യമല്ലേ ചെയ്യുന്നത്? പൈസ കൂടുതലുള്ള പൈസ പുറത്ത് കൊടുക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗോൾഡ് സ്മിത്ത്. മൂന്നാമത്തതാണ് ഗോൾഡ് സ്മിത്ത്. എമേർജ്ഡ് ഇൻ 17th century ഫ്രം ലണ്ടൻ. ഇതെപ്പാണ് ഉണ്ടായത്? ലണ്ടനിലാണ് ഉണ്ടായത്. എപ്പം? 17th century. ഗോൾഡ് സ്മിത്ത് ഗ്രാജുവലി എക്സ്പാൻഡ് ദ സർവീസ് ടു ഇൻക്ലൂഡ് സ്റ്റോറേജ് ഓഫ് വെൽത്ത്, പ്രൊവൈഡിങ് ലോൺസ്, ട്രാൻസ്ഫറിങ് മണി എക്സെട്ര. ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് അവരുടെ അടുത്ത് കുറേ ആൾക്കാരെന്ത് ചെയ്യും? ഒരു ബെഞ്ചുമ്മൽ ഇരിക്കും. അങ്ങനെ ആൾക്കാരെന്ത് ചെയ്യും? അവരുടെ അടുത്ത് കുറച്ച് സ്വർണ്ണമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊടുക്കും. അത് സൂക്ഷിച്ച് വെക്കേണ്ടി വരും. ഒരു ബാങ്കിലൊരു ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ടാവില്ലേ? അതുപോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് സ്മിത്ത് വെർ മെൻ ഓഫ് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് റിലയബിലിറ്റി. അവരെന്ത് ചെയ്യും? നല്ല ഇൻറ്റഗ്രിറ്റിയും ഹോണസ്റ്റിയും വിശ്വസ്തതയും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ദേ മെയിൻലി ഡെൽറ്റ് വിത്ത് പ്രീഷ്യസ് മെറ്റൽസ്. അവരെന്ത് ചെയ്യും? ഡീൽ ചെയ്യുന്ന എന്താണ്? നല്ല പ്രീഷ്യസ് മെറ്റൽസ്, അതായത് നല്ല വിലപിടിപ്പുള്ള, അതായത് സ്വർണം പോലുള്ള വസ്തുക്കളായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ദേ ഹാഡ് ഫെസിലിറ്റീസ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് വാല്യുബിൾ ആൻഡ് മണീസ്. അവരെന്ത് ചെയ്യും? മണീസും വാല്യൂ ആയിട്ടുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യുന്നു. പീപ്പിൾ ഡെപ്പോസിറ്റഡ് മണി വിത്ത് ഗോൾഡ് സ്മിത്ത് ഫോർ സേഫ് കസ്റ്റഡി. അവരെന്ത് ചെയ്യും? പീപ്പിൾസ് അവരെ കാര്യങ്ങളൊക്കെ ഗോൾഡും കാര്യങ്ങളൊക്കെ സേഫായിട്ട് അവരെ കസ്റ്റഡിയിൽ വെക്കുന്നതാണ് പറയുന്നത്. ദ ഗോൾഡ് സ്മിത്ത് ഓൾസോ കോൾഡ് സെയ്ത്ത്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെയ്ത്ത് എന്ന് വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇൻഡിജീനിയസ് ബാങ്കിങ്. ഇൻഡിജീനിയസ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ തദ്ദേശ ബാങ്കിങ്ങിൽ അതാണ് പറയുന്നത്. ഇൻഡിജീനിയസ് ബാങ്കിങ് ഈസ് എ ട്രഡീഷൻ financial system where private individuals or companies act banks by offering services like deposits and loans. ഇതെന്താ പറയുന്ന ഒരു ട്രഡീഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. വെർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ്. ഇവിടെയുള്ള പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ അല്ലേ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെ കമ്പനീസ് എന്ത് ചെയ്യും? ഓഫറിങ് സർവീസസ് ലൈക്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ്. ഡെപ്പോസിറ്റ്സ് ചെയ്യും ലോൺസ് ഒക്കെ ചെയ്യുന്ന ഒരു സർവീസില്ലേ, അത് കൊടുക്കുന്നതാണ് സാധാ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനീസ് കൊടുക്കുന്നത്. ദ പീപ്പിൾ ഹു പ്രൊവൈഡ് ദീസ് സർവീസസ് ആർ നോൺ ആസ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. സർവീസ് കൊടുക്കുന്ന ആൾക്കാരെന്ന് ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്നാണ് പറയുന്നത്. ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇഷ്യൂഡ് ബൈ ഇൻഡിജിനസ് ബാങ്ക്സ് വെർ നോൺ ഹുണ്ടീസ്. ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതായത് ഇൻഡിജിനസ് ബാങ്കേഴ്സ് കൊടുക്കുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പറയുന്നതാണ് ഹുണ്ടീസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഹുണ്ടീസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഹുണ്ടീസ്. Discounting hundis is one of the most profitable business for the indigenous bankers. indigenous bankersൻ്റെ ഒരു പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹുണ്ടീസിന് ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നത്. The Punjab National Bank, founded in 1894, was the first Indian indigenous bank be established solely with ഇന്ത്യൻ ക്യാപിറ്റൽ. ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഇന്ത്യൻ ക്യാപിറ്റൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇൻഡിജിനസ് ബാങ്ക് എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. നമ്മൾ കുറേ ഡെഫിനിഷൻസിലേക്കാണ് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 5B ഓർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. 5B ബാങ്കിങ് ഡിഫൈൻഡ് ആസ് accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft or otherwise. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ പറയുന്നില്ല. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
ഡെഫിനിഷനാണ്, എന്തായാലും വരും. അധികം എക്സാമിന് നമ്മൾ കണ്ടിട്ടുണ്ടാകുന്നത് ഫില്ല് ചെയ്യേണ്ടിയിട്ട്. ഓക്കെ, SSIR ഓൾസോ ഡിഫൈൻഡ്. ബാങ്ക്സ് ആർ നോട്ട് ഓൺലി പർവേഴ്സ് ഓഫ് മണി ബട്ട് ഓൾസോ ദ മാനുഫാക്ചർ ഓഫ് മണി. ഇതിൽ ഈ പർവേഴ്സ് മാനുഫാക്ചേഴ്സൊക്കെ എന്ത് ചെയ്യുക, അവിടെ ബ്ലറാക്കിയിട്ട് ഫില്ല് ചെയ്യുക, ഓപ്ഷൻസിൽ കൊടുക്കും. അന്നേരം ഓർത്ത് വെക്കണം, SSIR എന്താ പറയുന്നത്, ബാങ്ക്സ് ആർ നോട്ട് ഓൺലി പർവേഴ്സ് ഓഫ് മണി ബട്ട് ദ മാനുഫാക്ചേഴ്സ് ഓഫ് മണി. ഓർത്ത് വെക്കണം കേട്ടോ. ഇനിയും കുറേ ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ് പറയുന്നത്. ജോൺ പാക്കറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ജോൺ പാക്കറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഈസ് പ്രൈമർലി ദാറ്റ് ഓഫ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ബാങ്കറും കസ്റ്റമറും എന്താണ്, ഇത് കുറേ എക്സാമിന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ബാങ്കറും കസ്റ്റമറും എങ്ങനെയാണ് പറയുന്നത്, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ പോലെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്കൊക്കെ വരും. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. രണ്ടാമത്തേത് ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്, വേൾഡിലെ ഫസ്റ്റ് ബാങ്ക് എന്താ, ബാങ്ക് ഓഫ് വെനീസ്. ഫസ്റ്റ് ബാങ്ക് ടു ബിഗിൻ പെർമനൻറ്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ്, പെർമനൻറ്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്തത് അത് ആരാണ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടാണ് ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ്. സെക്കൻഡ്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. എവിടെയാണ്, ലണ്ടനിൽ. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, സിറ്റി യൂണിയൻ ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി ഫസ്റ്റ് ബാങ്ക് ഏതാ, ഊദ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണേ. ഫസ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി ബാങ്ക് ഏതാ, ഊദ് കൊമേഴ്ഷ്യൽ ബാങ്ക്. നെക്സ്റ്റ്, ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ, അലഹബാദ് ബാങ്ക്. ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഏതാണ്, അലഹബാദ് ബാങ്ക്. അതൊക്കെ വരുത്തുള്ളതാണ് കേട്ടോ. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.